ട്രംപിന് കലിയടങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ, അവിടെ ആക്രമണം നടത്താൻ, ഇറാന്റെ അവിടുത്തെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ മുഴുവൻ സഹായം തേടുകയാണ് കഴിഞ്ഞ 3-4 ദിവസമായി ട്രംപ്. പക്ഷേ നാറ്റോ അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല, പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല. അമേരിക്കയ്ക്ക് ആരുടെയും സഹായം വേണ്ട എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഈ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അംഗരാജ്യങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പറയുന്നത്. തൻ്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യമാണ് അമേരിക്ക, അവർക്ക് ആരിൽ നിന്നും സഹായം ആവശ്യമില്ല. ട്രംപ് വ്യക്തമാക്കുകയാണ്, ഇറാനിലെ ഭീകരവാദ ഭരണകൂടത്തിനെതിരായ സൈനിക നടപടികളിൽ പങ്കാളികളാകാൻ താല്പര്യമില്ലെന്ന് നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ US-നെ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. നാറ്റോ സഖ്യത്തിൽ ഒരുപാട് സാമ്പത്തികം മുടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഒരു വശത്തേക്ക് മാത്രമുള്ള സഹായമാണ് നടക്കുന്നത്. അല്ലാതെ തിരിച്ച് എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുമ്പോൾ അവർ മുഖം തിരിക്കുന്നത് നല്ല പ്രവണതയല്ല. പക്ഷേ അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം നടത്തും എന്നാണ് പറയുന്നത്. ഒപ്പം ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ള അവകാശവാദം വീണ്ടും ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പറയുന്നുണ്ട്. അവിടുത്തെ ആണവ നാവിക സേനകളെ നശിപ്പിച്ചു, ഒപ്പം സാമ്പത്തികമായി ഇറാൻ ഇല്ലാതാക്കി, നേതാക്കളെ അടക്കം വധിച്ചു എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയുന്നു, ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അജയ്, ട്രംപിനോട് ഒരു തരത്തിലും സഹകരിക്കാനാവുന്നില്ല. നമുക്കറിയാം, ജോ കെന്റ് എന്ന അമേരിക്കയിലെ ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിലാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ്. അല്ലാതെ ഒരു ട്രംപിൻ്റെ മാത്രം താല്പര്യമായിരുന്നില്ല. അത് വലിയ അബദ്ധമായി എന്ന് പറഞ്ഞാണ് രാജിവെക്കുന്നത്. തൻ്റെ മനസാക്ഷി അനുസരിച്ച് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞാണ് രാജിവെക്കുന്നത്. അമേരിക്കയ്ക്കുള്ളിൽ എതിർപ്പ് ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന രീതിയിൽ സഖ്യരാജ്യങ്ങളും പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിന് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇറാനിൽ നിന്ന് ഉടൻ പിന്മാറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇനിയും അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ നാറ്റോ രാജ്യങ്ങളെ രൂക്ഷമായിട്ട് അദ്ദേഹം വിമർശിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത് അറബ് രാജ്യങ്ങൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയോട് മികച്ച രീതിയിലാണ് സഹകരിക്കുന്നത്, എന്നാൽ നാറ്റോ രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഒരു പിന്തുണയും നൽകുന്നില്ല. അവർ തുടർച്ചയായിട്ട് പറയുന്നത് അമേരിക്ക ചെയ്യുന്നത് മികച്ച കാര്യമാണ്, അതിന് പിന്തുണ നൽകുന്നെന്ന് നാറ്റോ രാജ്യങ്ങൾ പറയുന്നു. എന്നാൽ സൈനികമായി അമേരിക്കയെ അവർ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് US നിലവിൽ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ട്രംപിന് പ്രധാനമായിട്ടും ഒരു എതിർപ്പ് നാറ്റോ രാജ്യങ്ങളോട്